മോദിയുടെ മന്ദഭക്തർ ദിനം പ്രതിയാണ് രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കഴിവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മോദിയെ സംരക്ഷിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ വിവരവും വിവേകവും വിദ്യാഭ്യാസവുമുള്ള കുടുംബത്തിൽ പിറന്ന നേതാവിനെ കരുതേച്ച് കാണിക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് അവർക്കറിയാം. എന്നാൽ മോദി സർക്കാരിലെ ഒരു കേന്ദ്രമന്ത്രി രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന വാക്കുകൾ കേട്ടാൽ മന്ദഭക്തരുടെ തൊലി ഉരിഞ്ഞു പോകും. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നുള്ള BJPയുടെ പാർലമെന്റ് അംഗമാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. MA MPhil ബിരുദധാരിയാണ് അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസം ഉള്ളതോടൊപ്പം തന്നെ അതിനൊപ്പം ചേർന്ന വിവേകവും ഉള്ളയാളാണ് അദ്ദേഹം എന്നാണ് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ തെളിയിക്കുന്നത്. BJPയിലുള്ള വിദ്യാഭ്യാസമുള്ള നേതാക്കൾ പോലും വിവേകം ഇല്ലാത്തവരായാണ് പലപ്പോഴും കാണപ്പെടുന്നത്. എന്നാൽ ഇദ്ദേഹം അങ്ങനെയല്ല എന്ന് വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധിയുടെ ഫിറ്റ്നസിനെ പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ യുവാക്കൾക്കിടയിൽ രാഹുൽ ഗാന്ധിക്കുള്ള വലിയ സ്വാധീനം ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് അവർക്കിടയിൽ വലിയ അവബോധം ഉണ്ടാക്കുന്നതിന് സഹായകമാകും എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടുകൊള്ളൂ. इस तरह से साहसिक खेलों के साथ में जुड़ा है, एडवेंचर के साथ में जुड़ा है. देखिए, राजनीति से परे हट करके मैं एक बात कहूँगा, हमारे देश में अभी भी एडवेंचर स्पोर्ट्स को लेकर के बहुत सारे टैब्यूज हैं. बहुत सारे अलग अलग तरह की लोगों की उसको लेकर के सोच है. परिवारों में भी अभी तक लेकर के सेंस ऑफ इनसिक्योरिटी अभी भी उसको लेकर के है. मैं इसलिए अनुभव से साथ में कह सकता हूँ कि मेरी बेटी जो है बहुत गहराई के साथ में एडवेंचर स्पोर्ट्स के साथ में जुड़ी. उसने कई सारे विश्व कीर्तिमान बनाए और मैं जानता हूँ कि व्यक्तिगत रूप से कि परिवार में ऐसी अनुमति अपने बच्चों को देना, वो आज भी हमारे यहाँ पे मध्यम वर्गीय परिवार जिन सब से जैसे मैं आता हूँ उसमें कितनी बड़ी कठिनाई और चुनौती है. अगर इस तरह के कोई भी लोग सेलिब्रिटी, चाहे वो पॉलिटिकल सेलिब्रिटी हो, राहुल गांधी जी निश्चित रूप से ऐसे व्यक्ति हैं कि उनको देश के बहुत सारे युवा उनको देखते होंगे. देखने का नजरिया अलग अलग हो सकता है. कोई उनको किस तरह से देखता होगा, कोई किस तरह से देखता होगा. राजनीतिक दृष्टिकोण से हम अलग अलग खेमे में हो सकते हैं, लेकिन मैं इतना जरूर कहूंगा कि उन्होंने चाहे जिस तरह से टाइक्वांडो या जूडो को डिपिक्ट किया, अपने कौशल को डिपिक्ट किया, या स्कीइंग के लिए या डाइविंग के लिए या डीप सी डाइविंग के लिए उन्होंने जो अपने वीडियोस पोस्ट किए हैं, वो भारत में इस तरह के साहसिक खेलों के प्रति अभिरुचि की अभिवृद्धि करते हैं. और मैं कम से कम इसके लिए उनकी बहुत सारी प्रशंसा कर सकता हूँ. क्या രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള സാഹസിക കലകളിലും അഡ്വഞ്ചറുകളിലും പ്രകടിപ്പിക്കുന്ന മികവിനെ കുറിച്ച് രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അഡ്വഞ്ചർ സ്പോർട്സിനെ കുറിച്ച് എന്തോ കൊള്ളരുതാത്ത കാര്യമാണ് എന്നുള്ള ധാരണയാണ് പൊതുവിൽ ഉള്ളത്. പല ആളുകളിലും അഡ്വഞ്ചർ സ്പോർട്സിനെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണയാണ് ഉള്ളത്. കുടുംബങ്ങളിൽ ഇപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ഇൻസെക്യൂരിറ്റിയാണ് ഉള്ളത്. എനിക്ക് ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ സാധിക്കുന്നത്, എൻ്റെ മകൾ ഇത്തരത്തിലുള്ള പല അഡ്വഞ്ചർ സ്പോർട്സിലും ലോകം അറിയപ്പെടുന്ന രീതിയിലുള്ള മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് എന്നതിനാലാണ്. ഞാൻ ഉൾപ്പെടുന്ന മിഡിൽ ക്ലാസ് കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള സ്പോർട്സുകൾക്ക് കുട്ടികൾക്ക് അനുമതി കൊടുക്കുന്നതിന് ഇപ്പോഴും എത്ര വലിയ മടിയാണ് കാണിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ സെലിബ്രിറ്റികളോ അത് പൊളിറ്റിക്കൽ സെലിബ്രിറ്റികൾ ആയിക്കൊള്ളട്ടെ, രാഹുൽ ഗാന്ധി തീർച്ചയായും രാജ്യത്തെ വളരെയധികം യുവാക്കൾ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന തരത്തിലുള്ള ആളാണ്. പലരും പല രീതിയിലായിരിക്കും അദ്ദേഹത്തെ കാണുന്നത്. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇരു ധ്രുവങ്ങളിൽ ആണ്. എന്നാൽ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം തായ്ക്കൊണ്ടോ, ജൂഡോ തുടങ്ങിയവയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതും സ്കീയിങ്, ഡൈവിങ്, ഡീപ് സീ ഡൈവിങ് എന്നിവ മികച്ച രീതിയിൽ ചെയ്യുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുന്നതും ഭാരതത്തിൽ ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ സ്പോർട്സുകൾ ചെയ്യുന്നതിന് യുവാക്കൾക്ക് അഭിരുചി ഉണ്ടാക്കുന്നതിന് സഹായിക്കുകയും അവർക്ക് വലിയ പ്രചോദനം ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഈ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് വലിയ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇത് കേട്ട് ആങ്കർ പറഞ്ഞത് എത്ര വലിയ കാര്യമാണ് താങ്കൾ പറഞ്ഞത് എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് BJPയിലുള്ള കുടുംബത്തിൽ പിറന്ന വിവേകമുള്ള ചുരുക്കം ആളുകളിൽ ഒരാളാണ് ഇദ്ദേഹം എന്ന്. രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്, മറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും ടോണിൽ നിന്നും
മുഖഭാവത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇദ്ദേഹം BJPക്ക് ചേർന്ന ആളല്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഇക്കാര്യത്തിലെങ്കിലും ഞാൻ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുകയാണ് എന്നാണ്. അതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാവുന്നത് രാഹുൽ ഗാന്ധിയെ മാതൃകയാക്കേണ്ട വളരെയേറെ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ്. എന്നാൽ രാജ്യത്തെ ഇപ്പോൾ മോദിയെ പോലുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അത്ര വൃത്തികെട്ടത് ആയതിനാൽ അദ്ദേഹത്തിന് കൂടുതലൊന്നും പറയാൻ സാധിക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കേണ്ടത്. ഇങ്ങനെ ആരും കാണിക്കാത്ത, ആരും പറയാത്ത വാർത്തകൾ അറിയുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.